ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു സത്യാമ്മയുടെ വീടാണ് കാണിക്കുന്നത്. വിഷ്ണു രാഘവൻ നായരോട് ചോദിക്കുകയാണ്, 2 വീടുകൾ താമസിച്ചിട്ട് മനസ്സുകൾ തമ്മിൽ ഐക്യമെന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം? വിഷ്ണു ഇങ്ങനെ ചോദിക്കുമ്പോൾ രാഘവൻ നായർക്ക് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, 2 മനസ്സുകൾ തമ്മിൽ ഒന്നിക്കുമ്പോഴല്ലേ ആ ഒരു ജീവിതം പൂർണ്ണമാകത്തുള്ളൂ. കോടതി എന്നെ വെറുതെ വിട്ടെങ്കിലും എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവുകൾ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. അതൊരു ഉണങ്ങാത്ത മുറിവായി എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടേ ഇരിക്കും. ഇത് കേൾക്കുമ്പോഴേക്കും സത്യാമ്മ വരുവാണ്. മോനെ വിഷ്ണു എന്ന് പറഞ്ഞ് കയ്യെ കയറി പിടിക്കുകയാണ്. വിഷ്ണു കൈ അങ്ങ് പിടിച്ചു മാറ്റിയിട്ട് പറയാണ്, എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനമുള്ള എൻ്റെ അമ്മയോടായിരുന്നു. പഠിക്കുന്ന സമയത്ത് പോലും എൻ്റെ ടീച്ചർ പറയാൻ രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ ഞാൻ അമ്മയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അത് അച്ഛനോട് ഉള്ള സ്നേഹക്കുറവോ അല്ല അച്ഛനെ താഴ്ത്തി കെട്ടാനോ അല്ല. അമ്മയുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ധൈര്യമാണെന്നുള്ളൊരിതായിരുന്നു. അമ്മയുണ്ടെങ്കിൽ എനിക്ക് എന്തും നേടാമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. എൻ്റെ ബലമായിരുന്നു, എൻ്റെ ശക്തിയായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒന്നും വേണ്ട, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു അമ്മയായിപ്പോയി. അമ്മയെ ധിക്കരിക്കാത്ത മകൻ, അമ്മയോട് കുറവ് കാണിക്കാത്ത മകൻ, അമ്മയെ എതിർക്കാത്ത മകൻ. ഈ മോനെ ഇപ്പം അമ്മയോട് മനസ്സ് മുഴുവൻ വെറുപ്പാണ്. ആ വെറുപ്പോട് കൂടി അമ്മയെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അങ്ങനെ കഴിയാനായിട്ട് ഇത് നാടകമോ സിനിമയോ ഒന്നുമല്ല. ഇത് എൻ്റെ ജീവിതമാണ്, ഈ വിഷ്ണുവിൻ്റെ ജീവിതമാണ്. എനിക്ക് ഈ അമ്മയോടൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. എന്നോട് മനസ്സിൽ ഇഷ്ടമില്ലാത്തവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഭയങ്കര സങ്കടത്തോടുകൂടി പറയുകയാണ്. എന്നിട്ട് രാഘവേട്ടനോട് പറയുകയാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്കിതല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇതെല്ലാം കേട്ടൊരു സത്യാമ്മ രാഘവേട്ടനോട് പറയാണ്, രാഘവേട്ട അവൻ പറഞ്ഞ് കേട്ടില്ലേ, അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവാണെന്ന്. രാഘവേട്ടൻ പറയാണ്, പോട്ടെ, അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൻ ജീവിക്കട്ടെ. അവൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. തള്ളക്കോഴിക്കെന്നും കുഞ്ഞുങ്ങൾ ചേർത്ത് നിർത്താനാവില്ല. അതിൻ്റെ ഒരു പരുവമായി കഴിയുമ്പോൾ അതിനെ കുത്തി ഓടിക്കും. പക്ഷെ നീ അവനെ കുത്തി ഓടിക്കുന്നതിന് പകരം കുത്തി വേദനിപ്പിക്കുകയാണ്. അടുത്ത് സത്യാമ്മ രോഹിത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറയാം, മോനെ രോഹിത്തെ അവനോട് പോകല്ലെന്ന് പറഞ്ഞു, നീ ഒന്ന് പറ രോഹിത്തെ അവനോട് പോകല്ലെന്ന് പറഞ്ഞു. ഉടനെ രോഹിത്ത് ചോദിക്കുകയാണ്, എന്തിനാ സത്യാമ്മേ, എന്നിട്ട് എന്തിനാ വിഷ്ണു ബ്രോയുടെ ജീവിതം നശിപ്പിച്ചതിൽ ഒരാളായി ഞാനും മാറണം. പോട്ടെ സത്യാമ്മേ, അവരിഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ. ശാലിനിയും വിഷ്ണു ബ്രോയും ഒന്ന് ചിനിയെങ്കിലും ജീവിക്കട്ടെ. ശാലിനി ഇവിടെ വന്ന് ജീവിക്കുന്നതിലല്ലേ സത്യാമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ളൂ. അവരെവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. അവർ ജീവിക്കുന്ന ആ സന്തോഷം നമുക്ക് അകലെ നിന്ന് കണ്ട് സമാധാനിക്കാം എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും സത്യാമ്മ കൈ ഒഴിയുകയാണ്. എന്നിട്ട് താൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ബാഗ് എടുത്ത് ഇറങ്ങാൻ പോവാണ്. ബാഗ് എടുത്ത് പോകാൻ പോകുന്ന വിഷ്ണുവിൻ്റെ കയ്യെ പിടിച്ചിട്ട് സത്യാമ്മ ചോദിക്കുകയാണ്, മോനെ നീ അമ്മയെ വിട്ട് പോവുമോ എന്ന് ദയനീയാവസ്ഥ ചോദിക്കുകയാണ്. അപ്പോൾ വിഷ്ണു ധൈര്യത്തോടു കൂടി തന്നെ പറയുകയാണ്, പോകും, ഞാൻ പോവുക തന്നെ ചെയ്യും. ഇത് കേട്ട് സത്യാമ്മ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിക്കുകയാണ്. സത്യാമ്മ ഒട്ടും പ്രതീക്ഷയില്ല വിഷ്ണു ഇങ്ങനെ ഒരു ആൻസർ പറയും. സത്യാമ്മ പറയാണ്, മോനെ നീ പോകരുത്, നീ പറയുന്ന എന്തും ഞാൻ സാധിക്കാം, എൻ്റെ മോൻ പറയുന്ന എന്തും ഞാൻ സാധിച്ചു തരാം. പക്ഷെ നീ ഇവിടുന്ന് പോകില്ല. നിന്നെ കാണാതെ നിന്നെ സംസാരിക്കാതെ ഈ അമ്മയ്ക്ക് ഇരിക്കാനോ പറ്റില്ല. എൻ്റെ പൊന്നു മോനല്ലാടാന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ നേരെ കൈ കൂമ്പി സത്യാമ്മ അങ്ങ് കരയുകയാണ്. മോനെ നിൻ്റെ ഇഷ്ടങ്ങൾക്കൊരു വിലങ്ങന്തടിയായി ഈ അമ്മ ഇനി നിൽക്കത്തില്ല. ശാലിനി തിരിച്ചു വന്നെങ്കിലും നിനക്ക് സന്തോഷമാകത്തുള്ളൂ. അങ്ങനെ എന്തിനും തയ്യാറാണ്, ശാലിനിയെ വിളിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണ് സത്യാമ്മ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് സത്യാമ്മ നെഞ്ചു പൊട്ടി കരയുകയാണ്. കാരണം വിഷ്ണു ഇങ്ങനെ പറയുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം വിഷ്ണുവിൻ്റെ ആ മാറ്റം ഭയങ്കര മാറ്റം തന്നെയാണ്. ഇപ്പോഴെങ്കിലും വിഷ്ണു ഇച്ചിരി സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തത് നന്നായി, അല്ലെങ്കിൽ ഇതിനപ്പുറമായിട്ടേ വരത്തുള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. മോനെ വിഷ്ണു, എനിക്ക് ഈ ഭൂമിയിൽ എല്ലാത്തിനേക്കാളും വലുത് നീയാണ്. നിനക്ക് എന്നെ മറന്ന് ജീവിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെ മറന്ന് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ല മോനെ. എൻ്റെ ശ്വാസവും നിശ്വാസവും എല്ലാം നീയാണ് മോനെ. നീ ഈ വീട്ടിൽ അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നീയും ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കണമെങ്കിൽ എനിക്കത് പറ്റത്തുള്ളൂ. ശാലിനി തിരിച്ചു വിളിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് ആലോചിക്കാൻ എന്ന് പറയാണ്. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലൊരു സമാധാനമാകുകയാണ്. രാഘവേട്ടനും ശ്യാമയ്ക്കും രോഹിത്തിനും വിഷ്ണുവിനും എല്ലാവർക്കും അങ്ങ് സന്തോഷമാകുകയാണ്. പപ്പിമോള് പറയുകയാണ്, വിഷ്ണു ചൈനിയെ ബായിങ്ങനെ ഇനി വിഷ്ണുവിനെ ഞാൻ എങ്ങും വിടത്തില്ല എന്ന് പറയുകയാണ്. വിഷ്ണു ആണെങ്കിൽ ഈ സത്യാമ്മയുടെ ഈ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ മറന്നങ്ങ് നിൽക്കുകയാണ്. അപ്പോഴേക്കും രോഹിത് വന്നിട്ട് പറയാണ്, വിഷ്ണു ബ്രോ ഇനിയിപ്പം കുറച്ച് സ്വപ്നങ്ങളൊക്കെ കാണാം കേട്ടോ. രോഹിത് ഇത് പറഞ്ഞുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ കല്യാണത്തിന് കഴിഞ്ഞ് ശാലിനി വീട്ടിലേക്ക് കയറി വന്ന് നിലവിളക്കൊക്കെ പിടിച്ച് കയറി വന്ന ആ ഒരു സീനൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. അപ്പോഴേക്കും രാഘവൻ നായർ പറയാണ്, മോനെ നിൻ്റെ അമ്മ ഈ സമയം ഇപ്പം തന്ന ഈ വാക്ക് എന്തായാലും പാലിക്കും, അതുകൊണ്ട് നീ ഒട്ടും വിഷമിക്കേണ്ട, സന്തോഷത്തോടെ ഇരിക്കുന്നൊക്കെയുള്ള രീതി രാഘവൻ നായർ പറയണം. അപ്പിമോളെ അടുത്ത് നിർത്തിയിട്ട് രാഘവൻ നായർ പറയാണ്, നമ്മുടെ പ്രാർത്ഥന കൃഷ്ണഭഗവാൻ കേട്ടു എന്ന് പറയാണ്. അവർ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരിക്കുമായിരുന്നല്ലോ. പിന്നീട് കാണിക്കുന്ന കുടുംബശ്രീ വീടാണ്. ശാലിനി രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴേക്ക് ശാന്ത വന്നിട്ട് ഒരു ചായ കൊടുത്തിട്ട്, മോളെ ഈ ചായ ഒന്ന് കുടിച്ച്, ഇത് സ്പെഷ്യൽ ചായ ആണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശാരദാമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും ശാലിനി ഈ ചായ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരുന്നിട്ട് പറയുകയാണ്, വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായയാണിത്. അമ്മയുടെ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഈ ചായ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഈ ചായ ഉണ്ടാക്കി കൊടുത്താൽ അത് കുടിച്ച് തീരുന്നിടം വരെ വിഷ്ണുവേട്ടൻ നമ്മളെങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കി എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനിയുടെ മുഖത്ത് ഒരു സന്തോഷവും റൊമാൻസും ഒക്കെ വരുന്നത്. ഇത് ശാരദാമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ശാലിനിയുടെ മുഖത്ത് ഈ സന്തോഷമൊക്കെ കാണുന്നത്. അപ്പോഴേക്കും ശാരദ പറയണം, മോളെ നിങ്ങളിങ്ങനെ ജീവിച്ചാൽ മതിയോ, ജയിലിൽ നിന്ന് ഇറക്കിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക സത്യാമ്മയാണ്.
മോളാണ് അതിൻ്റെ പിന്നെ പുറകിൽ ഒരുപാട് ഓടിയെന്ന് സത്യം അതുകൊണ്ടാണെന്ന് തോന്നുന്നമ്മേ ഒരു പൊടിക്കൊന്ന് അടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ ആ ഒരു ദേഷ്യമൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. മോളെ ഈ സമയത്തെങ്കിലും സത്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയത്തില്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്യാമയുടെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ശാലിനി പറയാണ് ശ്യാമയുടെ ജീവിതം കൂടെ പോകും. ശ്യാമയെ അവരവിടെ നിന്ന് ഇറക്കി വിടുകയില്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. സത്യാമ്മയുടെ ഇത്ര നാൾ കള്ളങ്ങളെല്ലാം രോഹിത്തിനോടും സത്യാമ്മയോടും ഒക്കെ മറച്ചു വെച്ചതിന് ശ്യാമയെ അവരെന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആലോചിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. മോള് പറയുന്നതൊക്കെ ശരിയാണ്. എന്നാലും നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സത്യമോളുടെ അച്ഛനാണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എത്ര നാൾ ഈ സത്യങ്ങളൊക്കെ മൂടി വയ്ക്കാൻ പറ്റും? അവൾക്കും ആഗ്രഹമില്ലേ അവിടെ അച്ഛൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ, അമ്മയുടെ അച്ഛൻ്റെയും കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ. സമയം സന്ദർഭം ഒത്തുവാൻ നമുക്ക് ഈ സത്യങ്ങളെല്ലാം പുറത്ത് പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് വിഷ്ണു വരുന്നത്. വിഷ്ണു ബുള്ളറ്റെ വന്ന് വാതിക്കൽ നിൽക്കുവാണ്, വാതിക്കലോട്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്കും വിഷ്ണുവിനെ കണ്ട് ശാലിനി ശാരദാമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ശാലിനി ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി, എന്താ ഞാനിപ്പോൾ വന്നത് കുഴപ്പമായോ? എന്ത് കുഴപ്പം? വാമോനെ അകത്തേക്ക് വാന്ന് പറഞ്ഞ് ശാരദാമ്മ വിഷ്ണുവിനെ വിളിക്കുകയാണ്. വിഷ്ണു ഒരു കള്ളച്ചിരിയോടുകൂടി അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അയ്യോ വേണ്ട, ഞാനൊരു കാര്യം പറയാൻ വന്നതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശാലിനി അകത്ത് വന്ന് പറയാൻ പറ്റത്തില്ലാത്ത കാര്യമാണെങ്കിൽ പുറത്ത് നിന്ന് പറഞ്ഞിട്ട് പോട്ടേമേ, സത്യാമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും അകത്ത് കയറരുതെന്ന്. ഉടനെ ശാരദാമ്മ, മോനെ സത്യാമ്മ അറിഞ്ഞിട്ടാണ് ഈ വന്നത്? അതേ ശാരദാമ്മേ, അമ്മയാണ് എന്നെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ശാലിനി, അല്ലാതെ പിന്നെ വരത്തില്ലല്ലോ. വിഷ്ണു ഒരു കള്ളപ്പരങ്ങലോടുകൂടി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കാമെന്നൊക്കെയുള്ള രീതിയിൽ പറയാണ്. അപ്പോഴേക്കും ശാലിനി ആ ചായ അങ്ങ് കയ്യിലോട്ട് കൊടുക്കുകയാണ്. എന്നാ ഇത് കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശാരദാമ്മ പറയും, മോളെ അത് തണുത്ത ചായ അല്ലേ, ചൂടൊരു ചായ കൊടുക്കാൻ എന്ന് പറയണം. അപ്പോൾ വിഷ്ണു പറയും, വേണ്ട ഇത് തന്നെ മതി എന്ന് പറഞ്ഞ ഒരു കള്ളപ്പരമലോടുകൂടി പറയുകയാണ്. എന്നാൽ ശാലിനി സ്വന്തം ഇഷ്ടത്തിന് വന്നാലല്ലോ, അപ്പോൾ ഈ തണുത്ത ചായ കുടിച്ചാൽ മതിയെന്ന് ശാലിനി. അപ്പോൾ വിഷ്ണു പറയാം, അയ്യോ ഇത് മതി എന്ന് പറയാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരെ പ്രണയരംഗങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ കണ്ണിൽ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചോദിക്കുകയാണ്, ഇത് നല്ല ചായയുള്ളൂ, ഞാൻ വരുമെന്ന് താൻ അറിയാമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശാലിനി പറയാം, ഇത് താൻ ഉണ്ടാക്കിയാണെന്നൊക്കെ ശാലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാം, അപ്പം എവിടെയോ രുചിച്ചൊരു ഇതൊക്കെ ഓർമ്മയുണ്ട് ല്ലേ എന്ന് പറയാണ്. അല്ല നേരത്തെ ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ചൊക്കെ വിഷ്ണുവിന് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. അത് ഓർക്കാൻ കൂടി ഞാൻ ഈ ചായ തന്നതെന്ന് പറയാണ്. അപ്പോൾ ശാരദാമ്മയ്ക്ക് മനസ്സിലായി ഇനി അവിടെ നിന്ന് ശരിയാവത്തില്ലെന്ന്. ശാരദാമ്മ പറയണം, എന്നാൽ ഞാൻ അകത്തോട്ട് പോട്ടെ എന്ന്. അപ്പോഴേക്കും വിഷ്ണു പറയണത്, അയ്യോ പോകല്ലേ, ശാരദാമ്മയും കൂടെ കേൾക്കേണ്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അമ്മ ശാലിനിയെ വിളിക്കാൻ വേണ്ടി നല്ലൊരു മുഹൂർത്തം നോക്കി ഇങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ ശാലിനിയെ കൂട്ടിക്കൊണ്ട് പോകാൻ. എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ ജീവിതം പൂർണ്ണമാണെങ്കിൽ എൻ്റെ ശാലിനിയും കൂടെ വേണമെന്ന്. ഈശ്വര നന്നായി മോനെ ശാരദാമ്മ, ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കളയല്ലേ. ഭൂമിയിൽ മനുഷ്യന് ആയുസ് കുറച്ചല്ലേ ഉള്ളൂ, ആ സമയത്തെങ്കിലും സന്തോഷത്തോടുകൂടി ജീവിക്കണ്ടേ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും ശാന്ത അടുക്കളയിൽ നിന്ന് വിളിക്കുക, ശാരദാമ്മ ഒന്നിങ്ങോട്ട് വരുമോന്ന്. ശാരദാമ്മ അകത്തോട്ട് പോകുന്ന തക്കം നോക്കി വിഷ്ണു ശാലിനിയെ എടുത്ത് പൊക്കി കറക്കുകയാണ് റൊമാൻസോട്. അങ്ങനെ അവരുടെ റൊമാൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. നമ്മുടെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു റിവ്യൂ കാണാം. അതുവരേക്കും ബൈ. ഷിജന ഷാമോൻ.